ഹലോ കൂട്ടുകാരെ, നമസ്കാരം. എൻ്റെ നാട് രാമനാട്ടുകരയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. 1974 കോഴിക്കോട് പയ്യാനക്കൽ പ്രദേശത്ത് നിന്ന് രാമനാട്ടുകരയിലേക്ക് ജോലി ആവശ്യാർത്ഥം എത്തിച്ചേരുകയും അന്ന് മുതൽ ഇന്ന് വരെയുള്ള നീണ്ട 52 വർഷക്കാലം രാമനാട്ടുകരയിൽ തൻ്റെ ഹരി പ്ലാസ്റ്റിക് വർക്ക്സ് എന്ന കൊച്ചു തൊഴിൽ സ്ഥാപനം മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യുന്ന ഇപ്പോൾ മാറാട് സ്വദേശിയായ നമ്മുടെ രാമനാട്ടുകരയുടെ സ്വന്തം ഹരിദാസേട്ടൻ്റെ ജീവിതാനുഭവങ്ങളെക്കുറിച്ചാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. ഒരു കാലത്ത് തരംഗമായിരുന്ന ചൂരൽ കസേരകളും പ്ലാസ്റ്റിക് കൊണ്ട് മുടഞ്ഞ ഇരുമ്പിൻ്റെയും മരത്തിൻ്റെയുമൊക്കെ കസേരകളും ചെറിയ ടേബിളുകളുമൊക്കെ നല്ല ഡിസൈനുകളിൽ പണിത് നൽകാൻ ഹരിദാസേട്ടന് പ്രത്യേക കഴിവ് തന്നെ ലഭിച്ചിട്ടുണ്ട്. അന്നത്തെ കാലത്ത് ഒരുപാട് പേർ തൊഴിൽ ചെയ്തിരുന്ന ഈ മേഖല ഇന്ന് ആവശ്യക്കാരുടെ കുറവ് മൂലവും അസംസ്കൃത വസ്തുക്കളുടെ ലഭ്യതക്കുറവ് മൂലവും പിടിച്ചു നിൽക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയിലാണ്. എന്നാൽ ഓട്ടോറിക്ഷകൾ, ബസ്സുകൾ, ലോറികൾ തുടങ്ങിയ വാഹനങ്ങളുടെ സീറ്റുകളുടെ വർക്കുകൾ ഇപ്പോഴും ചെറിയ രീതിയിൽ ഇദ്ദേഹത്തിന് ലഭിക്കുന്നുമുണ്ട്. ഈ തൊഴിലിനോടുള്ള ഇഷ്ടം കൊണ്ട് തന്നെയാണ് ഇന്നും ഹരിദാസേട്ടൻ ഈ മേഖലയിൽ തുടരുന്നത്. ഈ 52 വർഷക്കാലം കൊണ്ട് ഈ മേഖലയിൽ സംഭവിച്ച മാറ്റങ്ങളുടെയും തൻ്റെ രാമനാട്ടുകരയുമായുള്ള ബന്ധങ്ങളുടെയും എല്ലാം കഥകൾ ഹരിദാസേട്ടൻ പറയുകയാണ്. എൻ്റെ പേര് ഹരിദാസ് എന്നാ, രാമനാട്ടുകരയാണ് സ്ഥലം. എൻ്റെ വർക്ക് എന്ന് പറഞ്ഞാൽ ഇതാണ്. പ്ലാസ്റ്റിക് മടലിന് പണ്ട് ചോറിലായിരുന്നു, ചോറിൽ ഇപ്പോൾ എടുക്കലില്ല. അപ്പോൾ പ്ലാസ്റ്റിക് കൊണ്ടാണ് എടുക്കുന്നത്. പ്ലാസ്റ്റിക് സ്റ്റാപ്പ്, ഓട്ടോറിക്ഷൻ്റെ സ്റ്റാപ്പാണ് ഞാൻ ഇപ്പോൾ എടുത്തുകൊണ്ട്, സീറ്റാണ് ഞാനിപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ സോഫ സെറ്റ്, ഇങ്ങനെ എല്ലാ പണിയും ഞാൻ എടുക്കും. ഞാൻ ഇതെടുത്ത് അങ്ങനെ എൻ്റെ കുടുംബജീവിതം അങ്ങനെ മുന്നോട്ട് പോണ്. വലിയ സമ്പാദ്യങ്ങളൊന്നും ഇല്ലെങ്കിലും ശരി, അങ്ങനെ സുഖമായിട്ട് ജീവിച്ചു പോണ്. പിന്നെ ഇവിടെ രാമനാട്ടിനെ എത്ര കാലമായി വന്നെന്ന് വെച്ചാൽ ഒരു 50 വർഷമായിട്ടുണ്ടാവും രാമനാട്ടിലെത്തി. 1974 വന്നിക്കണേ. എൻ്റെ പീടിയ രാമനാട്ടിന് അങ്ങാടിയിൽ അവിടെയാണ്, സ്റ്റേറ്റ് ബാങ്കിൻ്റെ അടുത്ത് അവിടെയാണ്. വിരാട് ചെക്കൻ്റെ സഹായത്തിൽ അങ്ങനെ ഞാൻ ജീവിച്ചു പോവുകയായിരുന്നു. ആ പീടിയും ഒക്കെ ആയിട്ട് വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാണ്ട് അങ്ങനെ പോവുകയായിരുന്നു. പിന്നെ അവിടെ ഇപ്പോൾ വലിയൊരു ചാർജും ഇതൊക്കെ ആയി വലുതായപ്പോൾ ഞാൻ ഇവിടെ വന്നൊരു 10-20 കൊല്ലമായി. ചില സമയത്ത് പണി ഉണ്ടാവും, ചില സമയത്ത് പണി ഉണ്ടാവില്ല, അങ്ങനെയൊക്കെ ഉണ്ട്. എന്നാലും എങ്ങനെയൊക്കെയോ തട്ടിപ്പറഞ്ഞ് പോണ്. ഈ വർക്ക് ഇപ്പോൾ ഞാൻ എടുക്കണത് ഇത് ഞാൻ തന്നെ എടുക്കണുള്ളൂ. ഇവിടെ അടുത്ത് ഇവിടെ ആരുമില്ല. അതുകൊണ്ടാണ് എനിക്ക് കുറച്ച് പണിയൊക്കെ വരുന്നത്, അല്ലാതെ അതും ഉണ്ടാവില്ല. അപ്പൊ അങ്ങനെ ഓരോരുത്തരെ ആ രാമനാട്ടുകാരൻ്റെ പ്രത്യേക കുറെ കൊല്ലങ്ങളായി ഞാൻ ആ സ്നേഹനിധിയായ കുറെ ആളുകൾ ഇവിടെ ഉണ്ട്. അതാണ് ഒരു പ്രധാന കാരണം. നല്ല ഐക്യവും നല്ലതുള്ള ഒരു രാജ്യമാണ്. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട സ്ഥലമാണ്. പിന്നെ എന്റെ കുടുംബത്തിന് കുറച്ച് സങ്കടമാണ്. ഞാൻ രാമനാട്ടുകര വരാൻ തന്നെ കാരണം ഈ കൊട്ടകസാലയാണ്. ഈ കൊട്ടകസാലിന്റെ പണി എനിക്ക് അറിയണതിനെ കൊണ്ടാണ് എനിക്ക് രാമനാട്ടുകര വരാൻ സാധിച്ചത്. അന്നൊക്കെ രാമനാട്ടുകര വന്നിട്ടാണെങ്കിൽ ഈ കസാലയ്ക്ക് ഞാൻ 35 ഉറുപ്പിക കൊടുത്തിട്ടുണ്ട്. 35 ഉറുപ്പിക ആകെ പ്ലാസ്റ്റിക് മടഞ്ഞു. കുറെ പണിക്കാരുണ്ടായിരുന്നു. EIPച്ചാർ വന്നപ്പോൾ പിന്നെ കുറെ കാലം EIPച്ചാർ വന്നു. അത് വന്നപ്പോൾ അതിലും കൂടുതൽ പണി ഉണ്ടായിരുന്നു. എന്നിട്ട് രാമനാട്ടിൽ അന്ന് ബാലകൃഷ്ണ തിയേറ്റർ ഉണ്ടായിരുന്നു. അവിടെ പോയി 9 സിനിമയൊക്കെ ഉണ്ടാവും. അത് കണ്ട് പോണ ആൾക്കാർ ഓരോ കസാലയും തോണ്ടിച്ചാണ്ട് പോകും. 15 ഉറുപ്പിക വാങ്ങിയിട്ട് അങ്ങനത്തെ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അന്ന് ഞാൻ പയ്യാനക്കലാണ് താമസിക്കുന്നത്. പയ്യാനക്കല് ഞാൻ ഇവിടുന്ന് സാധനം കല്യാണത്തിലൊക്കെ 4 കസാല ടീപ്പായി ഓർഡർ ചെയ്യും. നാളെ തരാൻ അറിയും, കൊടുക്കാൻ കഴിയില്ല. രാത്രി 12 1 മണിക്കൊക്കെ ഇരുന്ന് നേരം വിളിച്ച് പണിച്ച് ഞാൻ നേരം വിളിച്ച് 12 മണിക്ക് 1 മണിക്ക് ഇവിടെ നടന്ന് ആ പറഞ്ഞ ആൾക്ക് വിശ്വാസം ഇവിടെ നടന്നു പോയിട്ടുണ്ട്. പഴയ പുതിയ പാലം വന്നിട്ടില്ല. പഴയ പാലത്തിൽ നടന്ന് പയ്യാനക്കലേക്ക് പോയിട്ടുണ്ട്. കണ്ണഞ്ചേരിയിലേക്ക് വന്നിട്ട് അവിടുന്ന് കണ്ണഞ്ചേരി രാത്രി അന്ന് ഇടയൊക്കെ ഭയങ്കര ഇതാണ്. അന്ന് മറ്റേ ഇതാണ് ഇത് മറ്റേ കോയിലിന് ആ ഒരു കമ്പിന്റെ ഉള്ളിൽ വിളക്കടിച്ചിട്ട് ആൾക്കാർ കോർപ്പറേഷൻ ആൾക്കാരൊന്ന് കത്തിക്കാൻ. ഇവിടെ രാമനാട്ടിന് സ്ഥിതി കഴിഞ്ഞിട്ട് ഇടയിൽ അങ്ങനെ ഇടയിൽ അവിടെയൊക്കെ ചിമ്മിളക്ക് കത്തിക്കലാണ്. ഒരു ഇതിന്റെ കമ്പിനുള്ളിൽ ആള് വന്നിട്ട് കത്തിക്കാൻ, മുനിസിപ്പാലിറ്റിക്കാരൊന്നും കത്തിക്കാനില്ല. അങ്ങനത്തെ ഒരു കാലഘട്ടത്തിലാണ് ഞാൻ പറയുന്നത്. അപ്പൊ അങ്ങനെ പയ്യാനക്കന്ന് പിന്നെ ഇവിടെ വന്ന് മാറാട് വന്ന്, പിന്നെ ഇവിടെ നിന്ന് മാറാട് താമസിക്കുന്നത്. എന്തായാലും ഈ കസാല വല്ലാത്തൊരു കസാലയാണ്. അന്നൊക്കെ 35 ഉറുപ്പിയാണ്, ഇന്ന് 1000 കൊടുക്കണം. അങ്ങനത്തെ ഒരു സാധനമാണ്. ഞാൻ സുഖമായിട്ട് ഈ പണി അറിഞ്ഞതിനെ കൊണ്ടാണ് ഇത്രയും കാലം പിടിച്ചു നിന്നത്. അല്ലെങ്കിൽ പിടിച്ചു നിൽക്കാൻ കഴിയില്ല. കാരണം എന്റെ ആയുധം എന്താന്ന് പറഞ്ഞാല് ഒരു 15 ഉറുപ്പ്യന്റെ 10 ഉറുപ്പ്യ 30 കത്തിയാണ്. ഇത് ഞാൻ തുടങ്ങാൻ തന്നെ കാരണം അന്ന് എനിക്ക് പൈസ ഒന്നും എന്റെ കൈകളിൽ, അങ്ങനെ പറയേണ്ടത് തന്നെയാണ്. ഈ കസാലക്കെന്ന് കുറെ ആളുകളുണ്ട്, എനിക്ക് കൊടുക്കാൻ കഴിയണില്ല. അന്നൊക്കെ ഈ കസാല വെക്കുന്നതിന് മുമ്പ് സാധാരണ നമ്മൾ എല്ലാ വീട്ടിലും എന്താ ഉണ്ടാക്കുക, പലോട്ടി എന്ന് പറഞ്ഞ സാധനം, പലക
അല്ലെങ്കിൽ ബെഞ്ചിന്റെ പല. ഈ കസാല വന്നതിന് ശേഷം എല്ലാ വീട്ടിലും ഈ കസാലയായി. ഇന്നിപ്പോ ഈ കസാല ഇല്ല. ഓഫീസിലും ചേർന്ന് തന്നെ ഓഫീസിൽ ഓഫീസർ മരത്തിന്റെ കസാലയില്ലേ. അത് ഞാൻ സുരേന്ദ്ര ഭരണത്തിൽ പഠിക്കുന്ന കാലം ഉണ്ടായിരുന്നു. കാരണം ഞാൻ കല്യാണം കഴിച്ചില്ല. കല്യാണം കഴിക്കുന്നതിന്റെ ഒക്കെ മുമ്പുള്ള കഥയാണ് പറയണത്. അവിടെ ഇതേ മരത്തിന്റെ കസാലയാണ്. ഇതേമാതിരി പറഞ്ഞ എല്ലാ ഓഫീസിലും മരത്തിന്റെ കസാലയാണ്. അത് മടയാൻ ധാരാളുണ്ട്. അത് മഹാരാഷ്ട്ര പ്ലാസ്റ്റിക്, നല്ല സാധനമാണ് പ്ലാസ്റ്റിക്. അവിടെ പാടെടുത്താൽ എന്ത് സുഖമാണ്. എത്ര കൊല്ലം, 16 കൊല്ലം 20 കൊല്ലം. ഇപ്പൊ ഞാൻ പാടിക്കണ സാധനം ഞാൻ 10-16 പാട്ടി 20 കൊല്ലം ഓരോന്ന് പറഞ്ഞ് പാട്ടികശാലിന്റെ അത് ഒന്ന് ഇത്ര കൊല്ലം ഞാൻ പാടുന്നത്. എനിക്ക് കേട്ട് നിൽക്കാൻ സന്തോഷമാണ്. അത് എന്റെ പോറ് മാത്രമാണ്. ഞാൻ വൃത്തിയായി അത് പൈസ കുറഞ്ഞാലും എന്റെ പണി ഞാൻ വൃത്തിയായിട്ടുണ്ട്. അതാണ് എന്റെ കണ്ടീഷൻ. അത് കൊട്ടക്കസാല പോയി വിയപ്പിച്ചാൽ പോയി ഇന്ന് രാജാവ്. ഇത് നല്ല സാധനമാണ്. ഇത് ഓട്ടോറിക്ഷയുടെ സീറ്റാ. ഇന്ന് ഈ പണി എടുക്കണ ഞാൻ മാത്രമേ ഉള്ളൂ. ഇത് ഡബിളാണ്, സിംഗിൾ അല്ല. കമ്പനിക്കാർ തന്നെ അത് ചെയ്യും. കമ്പനിക്കാർ കമ്പിയൊക്കെ ഇട്ടിട്ടാണ്. കമ്പിയാണ്ട് പോയി കഴിഞ്ഞാൽ പിന്നെ കഥ കഴിയും. കമ്പി വേഗം പോവുകയും ചെയ്യും. ഇന്ന് ഇതാ ആക്ഷൻ ആണ്. ആക്ഷൻ ഉണ്ടാവും. നല്ല ടൈറ്റാണ്, നല്ല ടൈറ്റ് ഉണ്ട്. ഇന്ന് ഈ പണി എടുക്കണ ഞാൻ മാത്രമേ ഉള്ളൂ. ഞാൻ കണ്ട ഇത് വളരെ ഡീസന്റ് ആയിട്ട് ഈ പണി രാവിലെ നല്ല ഒരുമാതിരി സ്ഥലത്ത് ഞാൻ അത് കണ്ടില്ല. എങ്ങനെ എടുക്കണേ ഞാൻ കണ്ടില്ല. ഒരു വേറെ കമ്പനിക്ക് ടൈറ്റാക്കി എടുത്തിട്ട് കമ്പി ഇട്ടൊക്കെ എടുക്കുന്നത്, കമ്പി ഇടാണ്ട് എടുക്കണ എങ്ങനെ ടൈറ്റാക്കി എടുക്കണത് ഞാൻ തന്നെയുള്ളൂ. 1974 ഞാൻ അവിടെ വരുന്ന കാലത്ത് രാമനാട്ടുകരാന്ന് കുറച്ച് ആൾക്കാർ പറയും. പക്ഷെ അധികം ആളും പറയല് കടുങ്ങാഞ്ചറ എന്നാ. അന്ന് കടുങ്ങാഞ്ചറ എന്നവിടെ സ്ഥലത്തിന് പറയാം. ആ കടുങ്ങാഞ്ചറ ഇന്നിപ്പോ രാമനാട്ടുകാരെ ആയത് എന്താ വളർച്ച, രാമനാട്ടന്റെ വളർച്ച. അന്നൊക്കെ ഇവിടെ രാമനാട്ടിന്റെ അങ്ങാടിയിൽ ചൂട്ടും. എന്തിനാ ചൂട്ടിക്കണത്? ആൾക്ക് പുറത്തേക്കാണ്ട് പോകണമെങ്കിൽ ചൂട്ട്. അന്ന് ഇതേ കാണുന്ന ഈ റോഡും സൈഡ് റോഡൊന്നും ഇല്ല. ഒക്കെ കുണ്ടാച്ചി ഇടയ്യ. ആ ഇടയിലേക്കാണ് പോയത്. അത് മാത്രമല്ല, പ്രധാന അങ്ങാടി തന്നെ ഇവിടെയാണ്. ഏത് സ്ഥലത്തു നിന്നും ഇവിടെ വന്നൊരു സാധനം വാങ്ങണം, എന്നിട്ട് അങ്ങോട്ട് പോകണം. ഇപ്പൊ നമ്മള് പല പ്രദേശത്ത് അവിടെ ഇവിടെയൊക്കെ ചെറിയ ചെറിയ പീടികളും മസാല പീടികളും കൈ. അന്നതില്ല. അന്ന് രാമനാട്ടിൽ ഒരു ഓട്ടോറിക്ഷക്ക് ഒരു പ്രധാന സ്ഥാനമുണ്ട്. കാരണം ഓട്ടോറിക്ഷ വന്നതിന് ശേഷമാണ് എന്റെ അഭിപ്രായം പറയാൻ. ഓട്ടോറിക്ഷ വന്നതിന് ശേഷമാണ് ഇവിടെ ആകെ മാറിയത്. എല്ലാ വഴിക്കും ഓട്ടോറിക്ഷ പോലും ആൾക്കാർക്ക് വരാനും പോലും ചെറിയ വഴി വരെയൊക്കെ സൗകര്യപ്പെട്ടത് ഓട്ടോറിക്ഷന്റെ ഒരു പ്രധാന പ്രത്യേകതയാണ്. രാമനാട്ടിൽ ബസ് സ്റ്റാൻഡ് വന്ന് പിന്നെ അങ്ങനെ വളർച്ച തന്നെ. പിന്നെ ആൾക്ക് സാധാരണ നമ്മളെ മാതിരി ആൾക്കൊന്നും നിൽക്കാൻ പറ്റാത്ത അവസ്ഥയായി മാറി. ഇന്നിപ്പോ വാടകയൊക്കെ ഭയങ്കര വാടകയാണ്. അന്നൊക്കെ ചുരുങ്ങി ആകില്ല. ഹോട്ടൽ സിറ്റി ഇങ്ങനെ കുറച്ച് ഹോട്ടലും ജിന്ദു ഇങ്ങനെ കുറച്ച് ഹോട്ടലുകൾ ഉഷ ഒക്കെ ഉള്ളൂ. ഇപ്പൊ ഒക്കെ ഈ വരാതിൽ കുറെ കടകള്. ഇന്നിപ്പോ അധികം ആൾക്കാരും വരുന്ന കടകൾ ഈ കടയാണ്. പിന്നെ അതേപോലെ ഡ്രസ്സിന്റെ കടകള്. അന്നൊന്നും ഇങ്ങനെയൊന്നുമില്ല. അന്ന് രാമൻ ചെട്ടിയാരുടെ ഇടയിൽ കുഞ്ഞൻ ചെട്ടിയാരുടെ എവിടെയാണ് ഗണേശന്റെ അവിടെ ഗണേശനില്ല. ഗണേശൊന്നും സീരിയസല്ല. അങ്ങനത്തെ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. പണ്ട് കല്യാണ വീടുകളിലും മാളിക വീടുകളിലുമൊക്കെ ആഡംബര വസ്തുവായിരുന്ന കൊട്ടക്കസേരകളും ചൂരൽ കസേരകളുമെല്ലാം നമുക്കിടയിൽ നിന്നും ഇന്ന് അപ്രത്യക്ഷമായി. പുതുതലമുറയ്ക്ക് ഈ കസേരകൾ കാണുമ്പോൾ കൗതുകം തോന്നിത്തുടങ്ങി. കാലം മാറി, കഥയും മാറി. രാമനാട്ടുകരയിലും സമീപ പ്രദേശത്തുമുള്ള ഈ തൊഴിൽ ചെയ്യുന്നവരെല്ലാം പല മേഖലകളിലേക്കും കുടിയേറിപ്പോയി. ഇന്ന് ഈ തൊഴിൽ ചെയ്യുന്നവരെ കണ്ടെത്താൻ വേണ്ടി ഒരുപാട് പേർ അന്വേഷിച്ച് നടക്കുന്നുണ്ട്. അവർക്ക് കൂടി വേണ്ടിയാണ് ഈ വീഡിയോ. ഹരിദാസേട്ടൻ്റെ ജീവിതോപാധിയായ ഇത്തരം വർക്കുകൾ ആർക്കെങ്കിലും ചെയ്യാനുണ്ടെങ്കിൽ 80 89 34 96 65 ഈ നമ്പറിൽ അദ്ദേഹത്തെ ബന്ധപ്പെടുക. രാമനാട്ടുകര പെരുമുഖം റോഡിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലുള്ള ബിൽഡിങ്ങിലാണ് ഇദ്ദേഹത്തിൻ്റെ സ്ഥാപനം പ്രവർത്തിക്കുന്നത്. അടുത്തൊരു മനോഹരമായ വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ബൈ.